ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാര്യയും ഭർത്താവുമാകുമ്പോൾ, കാമുകനും കാമുകിയുമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായിരിക്കും. ഏത് അവസ്ഥയിലെ പിണക്കത്തിനാണ് സൗന്ദര്യവും സുഖവും എന്ന് ചോദിച്ചവരുണ്ട്. ചിലർ പറഞ്ഞു പ്രണയിക്കുന്ന കാലത്തെ ഇണക്കത്തിനും പിണക്കത്തിനുമാണ് സുഖം എന്ന് പറയുന്നുണ്ട്. അതല്ല, വിവാഹ ജീവിതത്തിലെ ഇണക്കത്തിലും പിണക്കത്തിലുമാണ് സുഖമെന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ രീതിക്ക് നമുക്ക് വിട്ടുകൊടുക്കുക. ഞാനിത് പറയാൻ കാരണം, ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിരിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ പ്രശസ്ത സംവിധായകനായ ഷാജി കൈലാസിൻ്റെ പ്രിയ ഭാര്യ, അതായത് പഴയ ആദ്യകാല നായിക നടി ആനി, വിവാഹശേഷം ഒരു ചിത്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവർ തമ്മിൽ വലിയ പ്രശ്നം വെച്ചാൽ വഴക്കുണ്ടായിരിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞത്, സൗന്ദര്യപ്പിണക്കങ്ങളും ഇല്ലാത്ത വീടേതാ? വഴക്കതൊക്കെ വെറുതെ കേൾക്കായിരിക്കും. കാരണം VIP-കളാവുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമില്ല, സത്യത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. ഒരു അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ പറയാൻ പോകുന്നു എന്ന് തോന്നുന്ന മാത്രയിൽ തന്നെ അത് പാട്ടാക്കും വെറുതെ എന്നുള്ളതാണത്. അതല്ല, അങ്ങനെയല്ല. വേറൊരു പ്രശ്നത്തിൻ്റെ മക്കളുടെ കാര്യത്തിലാണ് ഇവരിങ്ങനെ വഴക്കിട്ടതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ആലോചിച്ചു. ഞാനപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഷാജി വിളിച്ചു. ഷാജി, ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഷാജി ചിരിയാണെപ്പോഴും. ഷാജി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, വാർത്തകളുണ്ടെങ്കിൽ തന്നെ ഞാൻ തന്നെ പറഞ്ഞു തരാറില്ലേ? എന്നോട് ശരിയാണ്, വാർത്തകൾ, അത്യാവശ്യ വാർത്തകളുണ്ടെങ്കിൽ ഷാജിയെ വിളിച്ചാൽ ഷാജി തന്നെ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് ഇപ്പോഴും എപ്പോഴും. ഞാൻ മാധ്യമപ്രവർത്തകൻ തിളങ്ങി നിൽക്കുമ്പോഴും തിളങ്ങാതെ നിൽക്കുമ്പോഴും, ഷാജി വലിയ സംവിധായകൻ നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും നല്ലൊരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ കൊണ്ടു നടക്കാറുണ്ടെന്ന് ആലോചിക്കണം. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഷാജി പറഞ്ഞാൽ ഇതൊന്നുമല്ല പ്രശ്നം. ഈ പ്രശ്നം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. ഞങ്ങളുടെ മക്കളുടെ പ്രശ്നം തന്നെയാണ് കാരണം. അപ്പോൾ ഷാജി എന്നോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഷാജി പറഞ്ഞു, ഇതിങ്ങനെ തന്നെ, ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്, പക്ഷേ ഇതിങ്ങനെ തന്നെ ആദ്യം കൊടുത്താൽ അതിന് സുഖമുണ്ടാവില്ല, അതിൻ്റെ സസ്പെൻസ് കീപ്പ് ചെയ്തിട്ട് പോകുന്ന ഒന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഷാജി പറഞ്ഞ പോലെ നമ്മൾ അയക്കുന്നു. ഷാജി ആരാണ് എന്ന് ചോദിക്കുന്നു. ഷാജി കൈലാസ് 19ാമത്തെ വയസ്സിൽ സിനിമയിൽ വന്നത്. അതുവരെ കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ അറിയാലോ, തീപ്പൊരി ആയിരുന്നു SFIയുടെ എന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമാ രംഗത്ത് വന്നാലും ഷാജിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഷാജി സിനിമക്കാരാണ് തോന്നലുണ്ടായിട്ടില്ല. ദേഷ്യം വന്ന് സംസാരിക്കും, അടി കൊടുക്കേണ്ടവന് അടി കൊടുക്കും, ഇടി കൊടുക്കേണ്ടവന് ഇടി കൊടുക്കും. ഇതാണ് ഷാജിയുടെ നേച്ചർ. പക്ഷെ മിടുക്കനാണ്. എന്ത് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും അത് പെട്ടെന്ന് പഠിക്കും. കാരണം ബാലുകിരിയത്ത് ഒരു നല്ല സ്വപ്നങ്ങളെ വീണുറങ്ങും എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ബാലുകിരിയത്ത് അങ്ങനെ അതിമനോഹരമായ പാട്ട് എഴുതിക്കൊണ്ടാണ് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയുള്ള ബാലുകിരിയത്ത് പിന്നീട് സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോലും സമയമില്ലാത്ത അത്ര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഒരേ സമയം 4-5 സിനിമകളാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മദ്രാസിലും ഇവിടെയൊക്കെയാണ്, ഊട്ടിയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ബാലുവിൻ്റെ 2 മിടുക്കന്മാരായ സംവിധാന സഹായികളാണ്. ഒന്ന് ഷാജി കൈലാസും ജോസ് തോമസും വേറെ രീതിയിൽ പോകുന്നു, ഷാജി കൈലാസും മറ്റൊരു രീതിയിൽ പോകുന്നുള്ളതാണ്. അപ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ ഒരേ സമയം പല സിനിമയും ഷൂട്ടിംഗ് തുടങ്ങുന്ന ഇടയിൽ ഒരു സിനിമ അത്യാവശ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാലുവിനത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ബാലു അപ്പോൾ അതിൻ്റെ ആക്ഷൻ സീനാണ്, ഏകദേശം ക്ലൈമാക്സിനോട് അടുത്ത ആക്ഷൻ സീനാണ്. അത് എടുക്കാൻ പറ്റിയ ഒരാൾ ഷാജി തന്നെയാണെന്ന് ബാലുവിന് മനസ്സിലായി. കാരണം അത്രയും കോൺഫിഡൻസ് തൻ്റെ ശിഷ്യനിൽ ബാലുവിനുണ്ടായിരുന്നു. ഷാജിക്കാണെങ്കിൽ അത് പുല്ലുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഷാജിയുടെ സിനിമ കാണുമ്പോൾ അറിയാലോ ആക്ഷൻ രംഗങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്ന് ഈ നായിക സ്ഥാനത്ത് പ്രധാന റോളിലൊക്കെ അഭിനയിച്ചിരുന്നത് സത്താറായിരുന്നായിരിക്കണം. അപ്പോൾ സത്താർ അഭിനയിക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റാണോ ഈ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ മതി. അതായത് ചില ആൾക്കാർക്ക് ചിലരോടൊരു പുച്ഛഭാവം ഉണ്ടായിരിക്കും. ആൾ വേറെ കുഴപ്പമുണ്ടാവണമെന്നില്ല. ഇപ്പോൾ സത്താറിനെ സംബന്ധിച്ച് ബേസിക്കായിട്ട് നല്ല മനുഷ്യൻ തന്നെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യണ എപ്പോഴാണ്? സത്താർ തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ അസിസ്റ്റൻ്റ് അത് ബാലുകിരിയത്താണ് ചെയ്തിരുന്നെങ്കിൽ അവർ കുറേ കൂടി സന്തോഷമായേനെ എന്നുള്ള ധ്വനി അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഇതിപ്പോൾ ഈ അസിസ്റ്റന്റുമാർ 5-ാമത്തെ ആണോ 6-ാമത്തെ ആണോ 7-ാമത്തെ, അതായത് അസിസ്റ്റന്റുമാരെ കുത്തി സംസാരിക്കുന്ന രീതിയിൽ സത്താർ സംസാരിച്ചു തുടങ്ങി.
കുറേയൊക്കെ അയാൾ ക്ഷമിച്ചു കേട്ടോ. ക്ഷമിക്കുമ്പോൾ അപ്പോൾ ഷാജി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഷാജി ഇത്രയും സമയം അങ്ങനെ ക്ഷമിച്ച് നിൽക്കാറില്ല. എന്തെങ്കിലും സംഭവിക്കും. ഒരുപക്ഷെ സിനിമ ആയതുകൊണ്ടായിരിക്കാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതുകൊണ്ടായിരിക്കാം. കാരണം ബാലുഗിരിയത്തിന് ഒരു വിഷമം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബാലുഗിരിയത്തിന് ദോഷം വരും, പ്രൊഡ്യൂസർമാരും വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ കേട്ട് അവസാനം ഷാജി എന്ത് ചെയ്യുമെന്നറിയാം? സത്താറിൻ്റെ മൂക്കിനിട്ട് ഒറ്റിടി. ഇടിയെന്ന് പറഞ്ഞാൽ ഒരിടി ഇടിച്ചുള്ളൂ. ആ ഇടി നമ്മുടെ മൂക്കിൻ്റെ പാലമൊക്കെ തകർക്കാമെന്ന് കേട്ടിട്ടില്ലേ? എന്ന പോലെ പാലം തകർന്ന് മൂക്കിൽ നിന്ന് കുടുകുടാ ചോര വന്നു. ഇതാണ് ഷാജി കൈലാസ്. ഇതാണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഷാജി കൈലാസ് ദേഷ്യം 99% വരില്ല, വന്നാൽ ഇങ്ങനെയാണ്. ആ ഷാജി കൈലാസിൻ്റെ കേരളത്തിലെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ്. അന്നും ഇന്നും ആലോചിക്കണം. പിണറായി വിജയനെ ഏതെല്ലാം ഗ്രാഫുകൾ എന്തെല്ലാം കുറ്റപ്പെടുത്തൽ വന്നാൽ പോലും പിണറായി വിജയനുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ഷാജിക്കുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ പല നമുക്ക് ഓരോ താല്പര്യം, ചിലർക്ക് റഷ്യയോട് ചായ്വ്, ചൈനയോട് ചായ്വ്, അമേരിക്കയോട് ചായ്വ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഷാജി കൈലാസ് ദൈനംദിന രാഷ്ട്രീയ അന്താരാഷ്ട്ര കാര്യങ്ങൾ സിനിമയ്ക്കൊപ്പം തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം കലക്കി കുടിച്ച ഒരാളാണ്. അപ്പോൾ അതിനിടയിലാണ് സംവിധായകനായതെന്ന് വെച്ചാൽ രഞ്ജി പണിക്കരും ഷാജി കൈലാസും കൂട്ടുകെട്ട് വന്നപ്പോഴാണ് നിറയെ ഹിറ്റുകളുണ്ടായത്. ആ ഹിറ്റിനിടയിൽ കൂടിയാണ് സുരേഷ് ഗോപി അടക്കമുള്ള, നമ്മുടെ ജഗദീഷിനെ അടക്കം നായകനാക്കി പ്രശസ്തനാക്കിയില്ലേ, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു, മമ്മൂട്ടി വെച്ച് ചെയ്തു. അത് ഒരു ഹിറ്റുകളുടെ ടീമായിട്ട് ഇവർ വളർന്നു എന്നാലോചിക്കണം. ഇങ്ങനെ ഹിറ്റുകൾ ടീമായിട്ട് വളരുമ്പോൾ ചില അസൂയ ഉണ്ടായിരിക്കും. ഇവൻ അങ്ങനെ പോയാൽ പറ്റൂ, അവനെന്ന് ഇടിച്ച് താഴ്ത്തണ്ടേ, അവനൊരു മൈനസ് പോയിൻ്റ് വേണ്ടേ, അവനൊരു ഡൗൺഫോൾസ് വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്ത് പറ്റും? അപ്പോൾ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്താൻ നോക്കും. കുറ്റങ്ങൾ കണ്ടെത്തുമ്പോഴെന്താ? അപ്പോൾ ഷാജി കൈലാസ് അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു ഇതാണ് കേട്ട്. കാരണം ഇവിടെ പ്രശസ്തനായ ഒരു നിർമ്മാതാവ്, അയാളുടെ പടം ചെയ്തിട്ടുണ്ട്, വേറെ പടങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഇയാൾ ഇൻ്റർവ്യൂ കൊടുത്തില്ല, ഷാജി അവനൊക്കെയാണ്, അവൻ കാരണം എത്രയോ പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്തിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു. ഇതറിഞ്ഞു ഷാജി വെല്ലുവിളിച്ചു, ഞാൻ ഏത് നിർമ്മാതാവിനെ ചതിച്ചിട്ടുണ്ട്, ഞാൻ കാരണം ഏത് നിർമ്മാണം മരിച്ചിട്ടുണ്ട്, ഒന്ന് തെളിയിക്കണമെന്ന് പറയുകയാണ് ഷാജി പറഞ്ഞു, ഞാനെല്ലാം മിനിമം ഗ്യാരണ്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പറയും. അപ്പം അങ്ങനെയുള്ള ദോഷകരമായ വാർത്തകളും ഷാജിയെക്കുറിച്ച് പറക്കാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഷാജി വിവാഹവും കഴിഞ്ഞു എന്ന് ആലോചിക്കണം. വിവാഹം കഴിഞ്ഞപ്പോൾ അതും ചില ആൾക്കാർക്ക് തലവേദനയായി, ചിലർക്ക് ഇഷ്ടമാവോ വേറൊരു ജാതിക്കാരിയെ കല്യാണം കഴിച്ചിരിക്കുന്നു, അത് അങ്ങനെയായിരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞെങ്കിലും ഷാജി അവരുടെ ജീവിതം വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ അതിമനോഹരമായ ഒരു വീട് വെച്ചു, 3 മക്കളുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. മക്കളുടെ കാര്യത്തെ ചൊല്ലിയാണ് ഷാജിയും ആനിയും തമ്മിൽ വഴക്കുണ്ടായിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ സത്യാവസ്ഥയാണ് നിങ്ങൾക്ക് അതിന് അറിയണ്ടേ. എന്താണ് വഴക്ക് എന്നുള്ളത്, എന്താണ് മക്കളുടെ പ്രശ്നം എന്നറിയണ്ടേ. അപ്പോൾ ആദ്യത്തെ മകൻ ജനിച്ചു. ഷാജിയും ആനിയും ആലോചിച്ചു എന്ത് പേരിടണം എന്നുള്ളത്. അപ്പോൾ ഷാജിയെ സംബന്ധിച്ച് ജഗന്നാഥൻ എന്നുള്ളൊരു കഥാപാത്രം, മോഹൻലാൽ ജഗന്നാഥൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഗംഭീരമായിരിക്കുന്ന അവസരം, 6-ാം തമ്പുരാൻ അറിയാലോ. അപ്പോൾ മൂത്ത മകന് ജഗന്നാഥൻ കുറച്ച് ലോപിച്ചുകൊണ്ട് ജഗൻ എന്ന് പേരിട്ടാൽ എന്താണെന്ന് ഇരുവരാലോചിച്ചു. അങ്ങനെ മൂത്ത മകൻ ജഗൻ എന്ന് പേരിട്ടു. ആ പയ്യനിപ്പോൾ മിടുക്കനായിട്ട് അഭിനയിക്കാനൊക്കെ ഇറങ്ങി മിടുക്കനായി വന്നിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഈ 2ാമത്തെ മകനും ജനിച്ചു. അപ്പോൾ അത് സാധാരണ പേര് വേറെ പ്രശ്നമില്ല. 3ാമത്തെ മകൻ ജനിക്കുന്നൊരു സമയത്ത് ഷാജി കുറേ കൂടി ചിന്തിച്ചു, എൻ്റെ 3ാമത്തെ മകൻ ജനിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്, അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ പേരായിരിക്കും തൻ്റെ മകന് ഇടാമെന്ന്, ആണാണെങ്കിൽ എന്ന് ഷാജി മുൻപേ തീരുമാനിച്ചിരുന്നു ആലോചിക്കണം. ഇക്കാര്യം പ്രത്യേകിച്ച് ആനിയോട് അങ്ങനെ സൂചിച്ചിട്ടില്ല. ആണാണെങ്കിൽ ഞാനൊരു പേരിടും, ഇന്ന പേരാണെന്നോ എന്ത് പേരാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ആനിയും പറഞ്ഞു വെച്ചാൽ ഞാനും ഒരു പേര് മനസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്, അത് ആ പേര് കുറച്ച് ദൈവികമായി ബന്ധപ്പെട്ട പേരായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ പിന്നെ പറഞ്ഞു ആദ്യം കുഞ്ഞ് ജനിക്കട്ടെ, ആണോ പെണ്ണോ അതനുസരിച്ച് 2 നമുക്ക് പ്രിയപ്പെട്ടതാണ്, അപ്പോൾ നമുക്ക് ആലോചിക്കാമെന്നവർ പറഞ്ഞു. 3ാമത്തെ
കുഞ്ഞ് ജനിച്ചു, ആൺകുട്ടിയാണ്. അപ്പോൾ ആനി പറഞ്ഞു ഞാൻ പേരിടാൻ പോവാണെന്ന് പറഞ്ഞു. നന്ദൻ. നന്ദൻ എന്നാണ് ആനി ആ കുട്ടിക്ക് പേരിട്ടത്. ഷാജി പറഞ്ഞു ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. പക്ഷെ ഞാൻ വേറൊരു പേര് കണ്ടു, നമ്മൾ രണ്ടുപേരും ഞാനും വേറൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ആ പേരേ വിളിക്കുള്ളൂ. ഇസ്രയേൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്നു ഏരിയൽ ഷറോൺ എന്നുള്ളത്. അത് ഇയാൾ വളരെ സ്വാധീനിച്ച ഒരു പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം. അങ്ങേരുടെ നിലപാടുകൾ, യുദ്ധതന്ത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വേറെ ചില ആൾക്കാരാണെങ്കിൽ ഈ ഷാരോണിനെ കുറിച്ച് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഷാജി എപ്പോഴും അങ്ങനെയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട, തനിക്ക് തോന്നിയ, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. അവിടെ ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാറില്ല. അപ്പോൾ അങ്ങനെ അതായപ്പോൾ തൻ്റെ മകന് ഷാജി ഇങ്ങനെ ഈ പ്രധാനമന്ത്രിയുടെ പേര് ഷറോൺ എന്നാണ് പേരിട്ടത്. ഷറോൺ എന്ന് പേര് വിളിച്ചപ്പോൾ അത് ആനിക്ക് ഇഷ്ടമായില്ല എന്നുള്ള സത്യമാണ്. ഞാനൊരു പേരിട്ടില്ലേ, ഞാനൊരു പേരിട്ടോ, പിന്നെ എന്തിനാണ് വേറൊരു പേര്? അല്ല അതിട്ടോ, അത് വേണ്ടെന്ന് വെക്കണ്ട, എനിക്കിഷ്ടമുള്ള പേര് ഞാനും വിളിക്കുന്നു, നമുക്ക് രണ്ട് പേരും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആനി ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്. 10 മാസം അവരെ കഷ്ടപ്പെട്ട് ഗർഭിണിയാക്കി വളർത്തി, എൻ്റെ ഗർഭം വളർത്തി വളരെ കഷ്ടപ്പെട്ട് ഞാൻ പ്രസവിച്ച് വലുതാക്കി അമ്മയ്ക്ക് എൻ്റെ മകന് പേരിടാനുള്ള അവകാശമില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നന്ദൻ എന്ന് പേരിടാൻ കാരണം. അത് കുഴപ്പമില്ല, ഒരു പേര് മതി എന്ന് പറഞ്ഞു. ഒരു പേര് മതി എന്നാൽ ഷരോൺ ആയിക്കോട്ടെ. ആ ഒരു തമാശ ഇറക്കി, തമാശയിൽ കൂടി പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വേണ്ട, ഈ പേര് മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിച്ചോളൂ, പക്ഷെ ഞാൻ ഇതേ വിളിക്കുള്ളൂ, എനിക്ക് ആ പ്രധാനമന്ത്രിയോട്, ആ രാജ്യത്തോട് അത്രമാത്രം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ അവരൊരുമിച്ചത്തിലെ മകൻ നന്നാവുക എന്നുള്ളതാണ്, പേരിഷ്ടമുള്ള പേര് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സംഭവം, ഈ ചെറിയ സംഭവമാണ് പറഞ്ഞ് പരത്തി വലുതാക്കി. നമ്മൾ പറയാറില്ലേ, ഈ ഇങ്ങനെ ചില കാര്യങ്ങൾ സൂചി കൊണ്ടെടുക്കേണ്ടത് എള്ളാങ്ക് കൊണ്ടോ തൂമ്പ കൊണ്ടെടുക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് ചില ആൾക്കാർക്ക് പറഞ്ഞ് പരത്താൻ, മറ്റുള്ളവരുടെ കുടുംബ വിശേഷങ്ങൾ കുളമാക്കി സംസാരിക്കുന്നതിൽ സുഖം കണ്ടെത്തിയ ഒരു വിഭാഗം സിനിമയിലുണ്ട്. അവരാണത് വലുതാക്കി വന്നത്. ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ഷാജിയോട്, ഷാജി ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ ഷാജിക്ക് എപ്പോഴും ചിരിയാണ്, പെട്ടെന്ന് ദേഷ്യം അങ്ങനെ കാണിക്കില്ല, ചിരിയിലൂടെയാണ് കാര്യങ്ങൾ. ഷാജി പറഞ്ഞു, പറയുന്നവർ പറയട്ടെ, നിങ്ങൾക്കറിയാലോ. അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഷാജി അതിമനോഹരമായ കൊട്ടാര സദൃശ്യമായ വീടാണ് വെച്ചതെന്ന് ആലോചിക്കണം. അവിടെ ആനിയുണ്ട്, ആ മക്കളുണ്ട്. ആനിയാണെങ്കിൽ സിനിമ നിർത്തിക്കൊണ്ട് ഇവിടെ പാചക രംഗത്ത് പാചക റാണിയായി തിളങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ആലോചിക്കണം. മക്കളും അങ്ങനെ കുടുംബവുമായിട്ട് സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കാൻ ഷാജി കൈലാസ് ഒപ്പം താൻ ചെയ്യുന്ന സിനിമയുമായി ഒപ്പം തൻ്റെ ആദർശവും. ഇതാണ് ഷാജിയുടെ ഏറ്റവും പുതിയ സംഭവം. പുതിയ സിനിമ ഹണ്ടും റിലീസ് ചെയ്തു.